Hi students, welcome to our physics class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊയാൻസി ആണ്. ബൊയാൻസി. ബൊയാൻസി. എന്താ ഈ ബൊയാൻസി? എവിടെയെങ്കിലും പരിചയമുണ്ടോ? എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണോ ബൊയാൻസി? അല്ലെങ്കിൽ ഇത് എന്തുമായി റിലേറ്റഡ് ആണ്? ഞാൻ ആദ്യം പറഞ്ഞത് ഫിസിക്സ് ക്ലാസ്സിലേക്ക് വെൽക്കം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഫിസിക്സ്. അപ്പൊ എന്താ ഈ ബൊയാൻസി? ആക്ച്വലി ഇറ്റ്സ് സം അപ്പൊ നമുക്ക് എന്താണ് നോക്കാം ഈ ബൊയാൻസി. ഈ ബൊയാൻസിയുടെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ബൊയാൻസി എന്നുള്ളതിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പൊ മറ്റൊരു പേരാണ് ബൊയാന്റ് ഫോഴ്സ്. ബൊയാന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടൈപ്പ് ഫോഴ്സ് ആണ് ആര്? ബൊയാൻസി. Either we can use it as buoyancy or buoyant force. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും ഒരേ സാധനത്തിന്റെ രണ്ട് പേരുകളാണ്. അപ്പൊ എനിക്ക് പറയാം ഈ ബൊയാൻസി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടൈപ്പ് ഫോഴ്സ് ആണ്. അപ്പൊ എന്ത് ടൈപ്പ് ബൊയാൻസി, എന്ത് ടൈപ്പ് ഫോഴ്സിനെയാണ് ഞാൻ ബൊയാൻസി എന്ന് പറയാ? അത് നമുക്ക് നോക്കാം. അതായത് പല തരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ട്. മസ്കുലാർ ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ടൈപ്പ് ഫോഴ്സ് ആണ് ഈ ബൊയാന്റ് ഫോഴ്സ്. അപ്പൊ നമ്മൾ പറയും മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതുപോലെ തന്നെ നമ്മളുടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റ്സിനിടയിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ബൊയാന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരുടെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഒരു ആക്ടിവിറ്റി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബൊയാൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്. വളരെ സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ഒരു ബക്കറ്റ് എടുക്കുകയാണ്. ബക്കറ്റിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഫിൽ ചെയ്യണം. വി ആർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് വാട്ടർ. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ എടുക്കണം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ അതിന്റെ ക്യാപ്പ് നന്നായി അടച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബക്കറ്റിലേക്ക്, ഈ വെള്ളം നിറച്ച ബക്കറ്റിലേക്ക് നമ്മൾ അതിനെ എടുത്ത് ഇടുകയാണ്. നമ്മളുടെ ബോട്ടിലിനകത്ത് ഒന്നുമില്ല, എംറ്റി ബോട്ടിലാണ്. നമ്മൾ അതിനെ ക്യാപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ബക്കറ്റിലേക്ക് ഇടുന്നു. എന്താ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുക? ആ ബോട്ടിൽ അതങ്ങ് വെള്ളത്തിലേക്ക് താണു പോവോ? ഇല്ല. യു ക്യാൻ സീ ദാറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ മുകളിൽ പൊന്തി കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിലിന്റെ മുകളിൽ ഞാൻ പ്രസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഈ കുപ്പി മെല്ലെ താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഞാൻ ചെറിയ ഫോഴ്സ് കൊടുത്താൽ അത് ചെറിയതായിട്ട് താഴും. ഞാൻ നന്നായി ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് നന്നായിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ചെയ്യുന്നത്, ഇപ്പോഴും എന്റെ കൈ ഇതിന്റെ മുകളിൽ തന്നെയാണ്, ഇത് താണു. അതിനുശേഷം ഞാൻ എന്റെ കൈ ഇവിടുന്ന് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഇപ്പോഴും ആ ബോട്ടിൽ വെള്ളത്തിന്റെ അടിയിലാണോ ഉണ്ടാവുക? അല്ല. എന്താ സംഭവിക്കുക? നമ്മളുടെ കുപ്പി മുകളിലേക്ക് പോയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ബീക്കർ എന്തുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ എന്ത് ചെയ്യുന്നുള്ളൂ? താഴെ നിൽക്കുന്നുള്ളൂ. ഞാൻ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ച് പഴയ സ്റ്റേറ്റിൽ തന്നെ വന്ന് നിൽക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ആരാണ് നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഈ താഴെയുള്ള ആളെ മുകളിൽ എത്തിച്ചത്? അതായത് നമ്മൾ ഈ ഫോഴ്സ് എന്നുള്ള ഒരു സാധനത്തിന്റെ ഡെഫിനിഷൻ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഒന്നല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി, അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പുഷ് ഓർ പുള്ളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫോഴ്സ് എന്ന് പറയാം. അതായത്
ഇവിടെ ഞാൻ ഈ മുകളിലുള്ള ബോട്ടിലിന്റെ പ്ലേസ്മെന്റ് അതിന്റെ ആ ഒരു സ്ഥലം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത്. ആദ്യം ഇത് മുകളിലായിരുന്നു, ഇവിടെ നിന്നും ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് ഞാൻ എന്റെ കൈ മാറ്റിയപ്പോൾ ആരോ ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെയുള്ള കുപ്പി മുകളിലേക്ക് വന്നത്. അപ്പൊ ആരാണ് ആ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്? നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, ഇവിടെയുള്ള വെള്ളമാണ് തിരിച്ചാ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. താഴേക്കുള്ളത് ഞാൻ കൊടുത്തു, മുകളിലേക്കുള്ളത് ആര് കൊടുത്തു? വെള്ളം കൊടുത്തു. അപ്പൊ ഇവിടെ എന്തോ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിൽ അവിടെ വെക്കാം. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സാമ്പിൾ നോക്കിയത്? ഒരു ബീക്കർ, ഒരു ബോട്ടിൽ, ആ ഒരു സാധനമാണ് നോക്കിയത്. ഇനി അടുത്ത് നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ അടുത്ത സെക്കൻഡ് ആക്ടിവിറ്റി ഇതാണ്. ഒരു ഗ്ലാസ് എടുക്കുന്നു, അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് വാട്ടർ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ്. ഇവിടെ നമ്മൾ എന്താണ്, ജസ്റ്റ് ഒരു എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് മെറ്റീരിയൽസ് നമുക്ക് എടുത്തു നോക്കാം. പലതും പല റിസൾട്ടാണ് കിട്ടുക. അപ്പൊ എന്റെ കയ്യിൽ ആദ്യം ഒരു ഗ്ലാസിന്റെ ബോൾ ഉണ്ട്. അത് ഞാൻ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? യു ക്യാൻ സീ ഇറ്റ് ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് ഗ്ലാസ്. താഴെയാണ് സാധനം ഉള്ളത് എന്ന് പറഞ്ഞാൽ താണു പോയി. നെക്സ്റ്റ് ഒരു ബോൾ ആണ് ഇടാൻ പോകുന്നത്, പ്ലാസ്റ്റിക് ബോൾ ആണ്. അപ്പൊ ഇത് വെള്ളത്തിലിട്ട സമയത്ത് എന്ത് നമുക്ക് കാണാം? ഇറ്റ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് വാട്ടർ. താണു പോകുന്നില്ല, അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു പീസ് ഓഫ് വാക്സ്. വാക്സിന്റെ ഒരു പീസാണ്. അപ്പൊ ഞാൻ ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ്സ് അറ്റ് ദ ടോപ്പ്. വെള്ളത്തിന്റെ മുകളിൽ പൊന്തി കിടക്കുകയാണ് ചെയ്യുന്നത് വാക്സ്. ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റൽ പീസ്, തൽക്കാലം ഒരു പിന്നാണ് എടുക്കുന്നത്. അത് ഞാൻ വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇറ്റ്സ് അറ്റ് ദ ബോട്ടം. അപ്പൊ അതായത് നിങ്ങൾക്ക് ഇത് ഏത് ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചും റിപ്പീറ്റ് ചെയ്യാം. പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസോ മെറ്റൽ പീസോ പല ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സബ്സ്റ്റൻസ് വെള്ളത്തിൽ താണു കിടക്കുന്നതായും ചില സബ്സ്റ്റൻസ് എന്താണ് വെള്ളത്തിന്റെ മുകളിൽ പൊന്തി കിടക്കുന്നതായും നമുക്ക് അനുഭവപ്പെടും. അനുഭവപ്പെടുകയല്ല, വി ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. സം ഒബ്ജക്ട്സ് അത് പ്ലാസ്റ്റിക് ബോൾ എന്താ ചെയ്തത്? വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാണ്. അതേപോലെ വാക്സിന്റെ പീസും മുകളിലാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ നമ്മളുടെ മെറ്റൽ പീസ് ഒരു പിന്നാണ് ഇട്ടത്. ഇപ്പൊ നമ്മൾ ഒരു നെയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ താണു കിടക്കും. ഇനി ഒരു ഗോൾഡൻ റിംഗ് ആണ് ഞാൻ ഊരിയതിലിടുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് വിൽ ഓൾസോ ഡിപ്പ്. അടുത്തത് നമ്മൾ ഇട്ടത് എന്തായിരുന്നു? ഒരു ഗ്ലാസിന്റെ ഒരു ബോൾ ആയിട്ടുണ്ടായിരുന്നത്. അതെന്തായി? താഴെ പോയി. So some of the things are floating, some of the things are there at bottom. ഇങ്ങനെ ചില സാധനങ്ങൾ പൊന്തിയും ചില സാധനങ്ങൾ താണും കിടക്കുന്നത് എന്താ? നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുകൊണ്ട് പ്രസ് ചെയ്ത സമയത്ത് അത് താഴേക്ക് പോയി. പക്ഷേ പിന്നെ എന്ത് ചെയ്തു? മുകളിലേക്ക് പൊന്തി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സർഫസിൽ അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ എന്തോ ഒരു മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവരെ എടുത്ത് എന്തുകൊണ്ട് ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തത്? ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ പൊന്തി കിടക്കുന്നത്. പക്ഷെ ഇവരെന്തുകൊണ്ട് താഴെ? അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു ഫോഴ്സ് ഈ ഒരു വാട്ടർ അപ്ലൈ ചെയ്യാത്തത്? അപ്പൊ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 3. ഈ ആക്ടിവിറ്റി 3 വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഒരു കുളത്തിലാണ് നിൽക്കുന്നത് വിചാരിക്കാം. അപ്പൊ കുളത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ കുളത്തിന്റെ അവിടെ ഇങ്ങനെ വെള്ളത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇയാളുടെ കയ്യിൽ വലിയൊരു സ്റ്റോൺ ഉണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോൺ ഇയാൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളുടെ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റോൺ
വെള്ളത്തിന്റെ അടിയിലാണുള്ളത്. അതായത് ഇയാൾ ഈ കുളത്തിൽ പോകുന്നു, കുളത്തിൽ ഇറങ്ങുന്നു, ഈ കല്ലെടുത്ത ശേഷം വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോവാണ്. അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിങ്ങനെ വെള്ളത്തിനകത്തുനിന്ന് പൊക്കുന്ന സമയത്ത് ഇയാൾക്ക് എന്താ ഫീൽ ചെയ്തു? വലിയൊരു കല്ലാണെങ്കിലും അതിനത്ര വെയിറ്റ് ഇല്ലാത്തതായിട്ട് തോന്നും. അതായത് അണ്ടർ വാട്ടർ ഹി ഫീൽസ് ലെസ് വെയിറ്റ് കുറവുള്ളതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. ഇനി ഇയാൾ ഇതിങ്ങനെ പൊക്കി പൊക്കി ഈ ഒരു ബോർഡിന്റെ ലെവലിൽ വെള്ളമുണ്ട്. അപ്പൊ ഇയാൾ വലിയൊരു കല്ല്, സപ്പോസ് ഇതൊരു കല്ലാന്ന് വിചാരിച്ചോ, ഇതിങ്ങനെ ഇയാൾ ഇങ്ങനെ പൊന്തിച്ചു കൊണ്ടുവരാം. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. അങ്ങനെ പൊന്തിച്ച് 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 വന്ന് വെള്ളം കഴിഞ്ഞപ്പോ എന്തായി? ഇയാൾക്ക് കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്തു. കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്തു. എവിടെ? ഈ എയർ ഉള്ള സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ ഒരേ ഒബ്ജക്റ്റ്, ഇവിടെ നമ്മൾ വേറെ കല്ലാണോ വെച്ചത്? അല്ല, സെയിം സ്റ്റോണിന് തന്നെ വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് വേറെ ആയിട്ടാണുള്ളത്. അതേപോലെ എയറിലേക്ക് വരുമ്പോ അതിന്റെ വെയിറ്റ് വേറെയാണ്. വേറെയാണെന്നല്ല, ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്തതാണ്. കാരണം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫോഴ്സ് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് ആരോ മുകളിലേക്ക് തള്ളുന്നുണ്ടെന്ന് പറഞ്ഞു. ആ മുകളിലേക്ക് തള്ളുന്ന ആള് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ പണി എളുപ്പമാക്കുന്നത്. നമ്മൾ വെള്ളത്തിനകത്തുനിന്ന് ഇപ്പം വെള്ളം കോരുകയാണെങ്കിൽ തന്നെ ആ കിണറ്റിന്റെ അടിയിലാണുള്ളത് എങ്കിൽ ആ ബക്കറ്റിന്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യോ? ഇല്ല. അത് നമ്മൾ വലിച്ച് വെള്ളത്തിന്റെ ആ ഒരു ഏരിയ കഴിഞ്ഞ് എയറിലേക്ക് വരുമ്പോ നമുക്ക് കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യും. അതേ സെയിം കേസാണ് ഇവിടെയും ഉള്ളത്. അപ്പോ നമുക്ക് എന്തു പറയാം? ഇവിടെ ഈ ലിക്വിഡ്, നമ്മളുടെ ഈ കുളത്തിലെ വെള്ളം മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് വെള്ളത്തിൽ കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്തതും എയറിൽ കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്തതും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുകളിലേക്കൊരു പുള്ള്, മുകളിലേക്കൊരു പുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇടുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ മുകളിലേക്കുള്ള ഒരു ഫോഴ്സ് മാത്രമേ ഈ ഒരു വെള്ളം എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ? അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളൊരു ബീക്കർ എടുക്കുന്നു, അതിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, എന്നിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് അതിൽ ഇടുന്നു. എന്ത് ഒബ്ജക്റ്റ് ആവട്ടെ, അതിന്റെ ഒബ്ജക്റ്റിന്റെ മെറ്റീരിയൽ അനുസരിച്ച് താഴെ പോവാം, മുകളിലേക്ക് വരാം, എന്തോ ആവട്ടെ. അപ്പൊ എന്തോ ഒരു മെറ്റീരിയൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ ജനറൽ ആയിട്ടൊരു മെറ്റീരിയൽ നമ്മൾ ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോൾ, ആക്ച്വലി ലിക്വിഡ് അല്ല, വേറൊരാൾ കൂടി ഉണ്ട്, നമ്മൾ തൽക്കാലം ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന് രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. 2 types ഓഫ് ഫോഴ്സ്. ഏതൊക്കെയാണ്? ഒരാള് താഴേക്കുണ്ട്, ഒരാള് മുകളിലേക്കുണ്ട്. ഈ താഴേക്കുള്ള ആളെന്താ? നമ്മളെ എപ്പോഴും താഴേക്ക് വലിക്കുന്ന ഒരാളില്ലേ? ഞാനൊരു കല്ലിടുന്ന സമയത്ത് ആള് താഴേക്ക് പോകുന്നില്ലേ? ഏത് എയറിലാണെങ്കിൽ പോലും താഴേക്ക് പോകുന്ന ആ ഒരു പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് എന്താ? നോർമൽ, നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഞാൻ ഇതിനെ 1, 2 പേരിടാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ഫോഴ്സ്, അതായത് ഈ ഒബ്ജക്റ്റിനെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് ഈ വെള്ളത്തിനകത്തും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാലും അവിടെ എന്തുണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. വേറെ കുറെ കോമ്പിനേഷൻസ് ഓഫ് ഫോഴ്സ് കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് എന്താ? മുകളിലേക്കുള്ള ഫോഴ്സ്. ആ മുകളിലേക്കുള്ള ഫോഴ്സ് തന്നെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുകളിലേക്കുള്ള ആ ഒരു പുൾ. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? ബൊയാൻസി അല്ലെങ്കിൽ ബൊയാൻ ഫോഴ്സ്. ബൊയാൻസി. സോ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോ വെള്ളത്തിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരാള് മുകളിലേക്കും ഒരാള് താഴേക്കും. താഴേക്കുള്ള ഫോഴ്സ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി മുകളിലേക്കുള്ള ഫോഴ്സ് ആണ് എന്ത്?
ബൊയാൻസി. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം മാത്രല്ല വേറൊരാൾ കൂടി ഉണ്ട്. ഇത് നമ്മളിപ്പം ലിക്വിഡ് എന്നുള്ള കേസാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഈ ലിക്വിഡ് അല്ലാതെ എയറിന്റെ കേസിലാണെങ്കിൽ അവിടെ ഈ ഒരു ബൊയാൻസി ഉണ്ടോ? ദ ആൻസർ ഈസ് ദിസ്. എയറിലാണെങ്കിലും അവിടെ ബൊയാൻസി ഉണ്ട്. ഈ സെയിം കേസ് തന്നെയാണ്. അതിപ്പം എയർ ആണെങ്കിലും ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് അല്ല, ഇനിയിപ്പം എയർ ആണ് എങ്കിലും അവിടെയും എന്താണ് ഈ ബൊയാൻസി എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഐ ക്യാൻ സേ ദിസ് ബൊയാൻസി ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ബോത്ത് ലിക്വിഡ് ആൻഡ് എയർ. എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആൻഡ് എയർ എന്നുള്ളത് ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പൊ ഈ ലിക്വിഡിനെയും ഗ്യാസിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? They together called fluid. രണ്ടുപേരെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ ഈ ബൊയാൻസിയുടെ ഡെഫിനിഷൻ പറയാൻ വേണ്ടി പോവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് നമ്മൾ നല്ല വൃത്തിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി പറയാൻ വേണ്ടി പോവാം. So the question is, what is buoyancy? Definition ഇതാണ്. When a body is immersed completely or partially in a fluid, the fluid exerts an upward force on the body. This force is buoyancy. So this is the definition. When a body is immersed, നമ്മളുടെ ഒബ്ജക്റ്റ് എന്താണ്? വെള്ളത്തിൽ ഇമ്മേഴ്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ മുക്കി വെക്കുകയാണ്. ഇമ്മേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി. ഒന്നല്ലെങ്കിൽ എന്താ, അത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സ്റ്റേറ്റിലാണ് ഉള്ളത്. അല്ലെങ്കിൽ എന്താ, പാർഷ്യലി ജസ്റ്റ് വെള്ളത്തിൽ ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ്. സോ when a body is immersed completely or partially in a fluid, fluid എന്ന് പറയുമ്പോൾ either water means either liquid or gas. രണ്ടുപേരും ഒരുമിച്ചാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഫ്ലൂയിഡ്. The fluid exerts an upward force. ഇവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ബൊയാൻസി താഴേക്കല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. താഴേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾ ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ മുകളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മളുടെ ബൊയാൻസി. So the fluid exerts an upward force on the body and that force is called what? Buoyancy. ഇതാണ് നമ്മളുടെ ബൊയാൻസിയുടെ ഡെഫിനിഷൻ. വളരെ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഇനി അടുത്ത ഒരു ചോദ്യം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ചില ഒബ്ജക്ട്സ് താണു കിടക്കുന്നു, ചിലത് പൊന്തി കിടക്കുന്നു, എല്ലാവരിലും ഈ ബൊയാൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ? അതിന്റെ കാര്യം ഇതാണ്. ഇനിയിപ്പം ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ താണു കിടക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. തൽക്കാലം നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ G എന്നും ബൊയാൻസിനെ ഞാൻ B എന്നും റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ബൊയാൻസിയെക്കാളും കൂടുതലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, താഴേക്കുള്ള വലിവാണ് കൂടുതലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് എന്താ ചെയ്യുക? വെള്ളത്തിൽ താണു കിടക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പൊ നമ്മളുടെ ചില ഒബ്ജക്ട്സ് പൊന്തി കിടക്കുന്നില്ലേ, അവർക്ക് എന്താ ബൊയാൻസി ആണ് കൂടുതൽ ദാൻ ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള തള്ളാണ് താഴേക്കുള്ള വലിവിനേക്കാളും കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? മുകളിൽ പൊന്തിയാണ് കിടക്കുക. ഈ 2 കേസ് ഉള്ളത് കൊണ്ടാണ് ചില ഒബ്ജക്ട്സ് വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതും ചിലത് താഴ്ന്നു കിടക്കുന്നതും. So this is the reason why some of the objects are at the top and some of them are at bottom. അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. So the question is this: how we can measure buoyancy? Buoyancy നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു സ്പ്രിംഗ് ബാലൻസ് ആണ്. സ്പ്രിംഗ് ബാലൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മളുടെ
ഫിസിക്സ് ലാബിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ സ്പ്രിംഗ് ബാലൻസ്. നമ്മളൊരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിവൈസ് ആണ് എന്ത്? സ്പ്രിംഗ് ബാലൻസ്. So I just want to measure the buoyancy of stone. ഒരു പ്രത്യേക സ്റ്റോൺ വെള്ളത്തിലിടുന്ന സമയത്ത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബൊയാൻസി എത്രയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഞാൻ അതിനു വേണ്ടി സ്പ്രിംഗ് ബാലൻസ് എടുത്തു. ഞാൻ ആ സ്റ്റോണിന് എന്ത് ചെയ്യുന്നു? ഇതാണ് നമുക്ക് ബൊയാൻസി. ഈ സ്റ്റോണിന്റെ മുകളിൽ എത്ര ബൊയാൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആ സ്റ്റോണിനെ ഞാനൊരു ത്രെഡ് വെച്ച് കെട്ടി എന്ത് ചെയ്യുന്നു? സ്പ്രിംഗ് ബാലൻസിന്റെ മുകളിൽ തൂക്കി. ഇതിപ്പം ഇതിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിന്റെ ഒരു സറൗണ്ടിങ് എന്താണ്? എയർ ആണ്. ഹിയർ ഇറ്റ്സ് എയർ. അതിനുശേഷം ഞാൻ ഇതിന്റെ എന്തെടുക്കുകയാണ്? വെയിറ്റ് എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോണ് എയറിലുള്ള അതിന്റെ വെയിറ്റ് എടുക്കുന്നു. ഇപ്പൊ സപ്പോസ് ഒരു 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ന്യൂട്ടണിലാണ്. സോ ഈ ഒരു സ്റ്റോണിന്റെ വെയിറ്റ് എനിക്കിവിടെ എയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് 10 ന്യൂട്ടൺ ആണ്. ഇനി അടുത്തത് ഞാൻ ഈ സെയിം സാധനത്തിനെ വാട്ടറിൽ മുക്കി വെക്കാണ്. അങ്ങനെ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് ഞാൻ മെഷർ ചെയ്യാണ്. അങ്ങനെ മെഷർ ചെയ്തപ്പോ എനിക്കൊരു 6 ന്യൂട്ടൺ ആണ് കിട്ടിയത്. എയറിലുള്ള സമയത്ത് വെയിറ്റ് കൂടുതലാണ്, വെള്ളത്തിലുള്ള സമയത്ത് വെയിറ്റ് കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എയർ ആൻഡ് ദിസ് ഈസ് ഇൻസൈഡ് വാട്ടർ. അപ്പൊ നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് എന്താണ്? ബൊയാൻസി ആണ്. അപ്പൊ നമ്മൾക്ക് ബൊയാൻസി കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഒരു ഒബ്ജക്റ്റിന്റെ എയറിലുള്ള വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്ട്രാക്ട് ഈ വാട്ടറിലുള്ള വെയിറ്റ്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ മെഷർ ബൊയാൻസി. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു, അതിന്റെ എയറിലുള്ള വെയിറ്റ് മെഷർ ചെയ്യുന്നു, വാട്ടറിലുള്ള വെയിറ്റ് മെഷർ ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ നമുക്ക് കിട്ടുക എന്താണ്? ബൊയാൻസി ആണ്. ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ എടുക്കുന്ന വെയിറ്റ് ന്യൂട്ടണിലേക്ക് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാലിബ്രേറ്റ് ചെയ്യുന്ന കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബൊയാൻസി ഈസ് ഈക്വൽ ടു weight of an object in air minus weight of an object in water. നമ്മൾ ഒരേ ഒബ്ജക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്, വേറെ വേറെ ഒബ്ജക്റ്റ് അല്ല. സെയിം ഒബ്ജക്റ്റ് നമ്മൾ എയറിലും വാട്ടറിലും വെച്ച് മെഷർ ചെയ്ത സമയത്ത് അതിന്റെ വെയിറ്റ് നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബൊയാൻസി കിട്ടി. സോ നമ്മളുടെ ബൊയാൻസിയുടെ യൂണിറ്റ് എന്തായിരിക്കും? നമ്മൾ ഇവിടെ ന്യൂട്ടണിലാണ് ഇത് മെഷർ ചെയ്തത്, ഇതും ന്യൂട്ടണിലാണ് മെഷർ ചെയ്തത്. സോ വി ക്യാൻ സേ ഈ ബൊയാൻസി എന്ന് പറഞ്ഞാൽ എന്താ? ബൊയാൻ ഫോഴ്സ്, എ ടൈപ്പ് ഓഫ് ഫോഴ്സ്, ആൻഡ് അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ. സോ നമുക്ക് എന്ത് പറയാം? ടു ഫൈൻഡ് ബൊയാൻസി, ഫൈൻഡ് ഔട്ട് ദ ലോസ് ഓഫ് വെയിറ്റ്. Loss of weight in fluid. Loss of weight in fluid ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൊയാൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ സമപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ ബൊയാൻസിയെ പറ്റിയാണ് സംസാരിച്ചത്. ബൊയാൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസിങ് ഇൻസൈഡ് ഫ്ലൂയിഡ്. ഏത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിലും നമുക്ക് ബൊയാൻസി എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. പക്ഷേങ്കിൽ അതിന്റെ റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. പല ഒബ്ജക്ട്സിനും പല റേറ്റിലാണ് ബൊയാൻസി എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാട്ടറിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കെറോസിൻ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബൊയാൻസിയുടെ അളവ് വ്യത്യാസമായിരിക്കും. സോ ബൊയാൻസി ഈസ് ദ അപ്വേർഡ് ഫോഴ്സ്. ആ ഒരു ഡയറക്ഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. മുകളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡിലുള്ള ആ ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബൊയാൻസി എന്ന് പറഞ്ഞത്. അത് നമ്മൾ എയറിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എടുക്കുന്നു, വാട്ടറിലുള്ളത് എടുക്കുന്നു, രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബൊയാൻസിയുടെ മെഷർമെന്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മറ്റ് ടോപ്പിക്സ് സംസാരിക്കാം. താങ്ക് യു.